ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണം ADGPയെ വെള്ളപൂശാനുള്ളതാണെന്ന് രമേശ് ചെന്നിത്തല. കരാട്ടയുടെ ചരിത്രത്തിലാദ്യമായി 3 ഇനങ്ങളിൽ വേൾഡ് റെക്കോർഡ് നേടാനുള്ള ശ്രമത്തിലാണ് എലത്തൂരിലെ ഒരു അച്ഛനും മകളും കൂടെ ശിഷ്യയും. പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിവൽ സെക്കൻഡ് എഡിഷൻ ഒക്ടോബർ 4-നും 5-നും മലബാർ പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലകളിൽ നിയന്ത്രണ ചട്ടം നിലവിൽ കൊണ്ടുവരണമെന്ന് സംഗീത കലാ സാംസ്കാരിക വേദി. മാലിന്യ സംഭരണ കേന്ദ്രത്തിനെതിരെ കിഴക്കോത്തുകണ്ടിയിൽ മീത്തൽ കോളനി പരിസരത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണം ADGPയെ വെള്ളപൂശാനാണെന്ന് രമേശ് ചെന്നിത്തല. ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം DGPയെ ഏൽപ്പിച്ചത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. സാധാരണഗതിയിൽ പോലീസിൽ ഇത്തരമൊരു റിപ്പോർട്ട് കിട്ടിയാൽ റിപ്പോർട്ട് സ്വീകാര്യമല്ലെങ്കിൽ DGP ആ റിപ്പോർട്ട് മടക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് എന്റെ കീഴ്വഴക്കം. എന്നാൽ DGP റിപ്പോർട്ട് മടക്കിയിട്ടില്ല. അത് അദ്ദേഹം ഒരു ഫർദർ എൻക്വയറിക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഫർദർ എൻക്വയറിക്ക് ഉത്തരവിടാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കേ കഴിയുള്ളൂ. അപ്പോൾ ഈ കേസ് വളരെ പ്രമാദമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ഫർദർ എൻക്വയറിക്ക് ഉത്തരവിടേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ കേസ് അന്വേഷിച്ചത് ആ പ്രതി തന്നെയാണ്. യഥാർത്ഥ പ്രതി തന്നെ കേസ് അന്വേഷണത്തിന് പോയാൽ എന്താകും ഉണ്ടാകുന്നത്? ക്ലീൻ ചിറ്റ് എല്ലാവർക്കും നൽകിയല്ലേ ഉണ്ടായത്? ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് BJPയെ വിജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു. അതിനുള്ള കളമൊരുക്കുകയായിരുന്നു ഇവരെല്ലാവരും ചേർന്ന് ചെയ്തത്. അത് മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം ആ പൂരം കലക്കിയതോടുകൂടി കരുവന്നൂർ കേസ് ഇല്ലാതായി. വളരെ പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ഉൾപ്പെടുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ കേസ് ഇല്ലാതായത് പൂരം കലക്കിയതോടുകൂടിയാണ്. അതോടുകൂടി ആ കേസില്ലാതായി, അന്വേഷണവും നടക്കുന്നില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പൂരം കലക്കൽ ഉണ്ടായത് എന്നത് വളരെ വ്യക്തമാണ്. അതിന് മുമ്പാണ് ADGP RSS മേധാവിയെ കാണുന്നത്, BJP നേതാക്കളെ കാണുന്നത്. അപ്പോൾ BJPയുമായി ചേർന്നുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ പ്രതി തന്നെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അത് സ്വീകാര്യമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഏതായാലും ശരി, ഈ കാര്യത്തിൽ ഗവൺമെന്റ് നടത്തുന്ന കള്ളക്കളി അവസാനിപ്പിക്കണം. മുഖ്യമന്ത്രി ഈ കള്ളക്കളി അവസാനിപ്പിക്കണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കരാട്ടയുടെ ചരിത്രത്തിൽ ആദ്യമായി 3 ഇനങ്ങളിൽ വേൾഡ് റെക്കോർഡ് നേടാനുള്ള ശ്രമത്തിലാണ് എലത്തൂരിലെ ഒരു അച്ഛനും മകളും കൂടെ ശിഷ്യയും. കാജുകാഡോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമിയിലെ സെൻസായി അജീഷ് കുമാർ, മകൾ അരുന്ധതി, ശിഷ്യയായ KK അനാമിക എന്നിവരാണ് ഇതിനുള്ള ശ്രമം നടത്തുന്നത്. മുന്നൂറ് ബൈക്കുകൾ ശരീരത്തിലൂടെ കയറ്റി ഇറക്കുകയും കൂടെ 100 കാറുകൾ കൂടി കയറ്റി ഇറക്കിയും റെക്കോർഡിടാനുള്ള ശ്രമമാണ് അജീഷ് കുമാർ നടത്തുന്നത്. മകൾ അരുന്ധതിയാകട്ടെ ടൈൽ ബ്രേക്കിംഗിലും ശിഷ്യയായ അനാമിക പോർട്ട് ബ്രേക്കിംഗ് ഇനത്തിലും വേൾഡ് റെക്കോർഡ് സൃഷ്ടിക്കും. എലത്തൂർ CMC ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് അരുന്ധതിയും അനാമികയും. ഇരുവരും ബ്രൗൺ ബെൽറ്റ് നേടിയിട്ടുണ്ട്.
എലത്തൂർ CMC ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് വേൾഡ് റെക്കോർഡ് നേടാനുള്ള പ്രകടനം അരങ്ങേറുക. ഒക്ടോബർ 6-ാം തീയതിയാണ് കരാട്ടെ എന്ന ആയോധന കലയിൽ പ്രാവീണ്യം തെളിയിച്ച 3 പേരുടെയും വേൾഡ് റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള പ്രകടനം നടക്കുന്നത്. അതോടൊപ്പം കരാട്ടയിൽ പ്രതിഭ തെളിയിച്ച വിദഗ്ധരുടെ ആയോധന കലാ പ്രകടനങ്ങളും നടക്കും. അന്ന് 160 വണ്ടിയോളം കയറ്റിയതാണ്. ഇന്നിപ്പോൾ അതിലും കൂടുതൽ റെക്കോർഡ് ചെയ്യാനാണ് നോക്കുന്നത്. ഇത് ഞങ്ങളൊരു 300 ഇപ്പോൾ ഞങ്ങളെ ഇതിൽ പറയുന്നത്. പരമാവധി കയറ്റണം എന്നുള്ള ഒരിതാണ്. ഇങ്ങനത്തെ ആളുകൾ പുതിയ പുതിയ ആളുകൾ ഇതിൽ കടന്നു വരാൻ പ്രചോദനമായത് തുടക്കത്തിൽ ഇത് വണ്ടി കയറ്റിയാണ്. അതിന്റെ തുടർച്ച എന്ന നിലക്കാണ് കുറച്ചും കൂടി അധികം വണ്ടി നമ്മൾ കയറ്റാൻ ഉദ്ദേശിക്കുന്നത്. വേൾഡ് റെക്കോർഡ് പ്രകടനത്തിന്റെ മുന്നോടിയായി CMC ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ 3 പേരുടെയും അവസാനഘട്ട ട്രയൽ നടന്നു. ഗ്രാൻഡ് മാസ്റ്റർ ദിലീപ് കുമാർ, രാകേഷ് ചേലിയ, ജയരാജൻ, രമേശൻ, ദിൽജിത്ത് മപ്പാല എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NE ബാലകൃഷ്ണമാരാരുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിവൽ 2nd എഡിഷൻ ഒക്ടോബർ 4-നും 5-നും മലബാർ പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. തമിഴ് എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 4-5 തീയതികളിൽ മലബാർ പാലസ് ഹോളിലുള്ള NE ബാലകൃഷ്ണമാല ഹാളിൽ വെച്ചിട്ടാണ് പരിപാടികൾ നടക്കുന്നത്. 2 ദിവസമായിട്ട് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത തമിഴ് എഴുത്തുകാരൻ പെരുമാൾ മുരുകനാണ്. സാറാ ജോസഫ് മുഖ്യാതിഥിയായിരിക്കും. പിന്നീട് സംഭാഷണങ്ങളായും സംവാദങ്ങളായും മുഖാമുഖങ്ങളായും ഒക്കെ പല പരിപാടികളും വിവിധ വിഷയങ്ങളിലുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ പങ്കെടുക്കുന്ന സെഷനുകളാണുള്ളത്. ഒക്ടോബർ 5 ശനിയാഴ്ച രാവിലെയാണ് NT വാസുദേവൻ നായർക്ക് പുരസ്കാരം സമ്മാനിക്കുന്ന ചടങ്ങ്. സംഭാഷണം, പ്രഭാഷണം, സംവാദം, കവിതാലാപനം, നോവൽ, കവിത, അവാർഡ് സമർപ്പണം, പുസ്തക പ്രകാശനം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ 2 ദിവസത്തെ കൾച്ചറൽ ഫെസ്റ്റിവലിൽ അരങ്ങേറും. എഴുത്തും വൈദ്യവും, വയനാട്ടിൽ നിന്നുള്ള പാഠങ്ങൾ, സർഗാത്മകതയുടെ പെൺപക്ഷം, ബാലസാഹിത്യം എന്നീ വിഷയങ്ങളിലാണ് സംവാദങ്ങൾ നടക്കുക. പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിവലിൽ ഒക്ടോബർ 5-ന് NE ബാലകൃഷ്ണമാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം സച്ചിദാനന്ദൻ MT വാസുദേവൻ നായർക്ക് സമർപ്പിക്കും. സമാപന സമ്മേളനം KP രാമനുണ്ണിയുടെ അധ്യക്ഷതയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പൂർണ്ണ നോവൽ വസന്തം പരമ്പരയിലെ പുസ്തകങ്ങൾ ADGP P വിജയൻ നൽകി VD സതീശൻ പ്രകാശനം ചെയ്യും. പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം പ്രശസ്ത തമിഴ് എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ നിർവഹിക്കുമെന്നും ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ KS വെങ്കിടാചലം, പൂർണ്ണ മാനേജിംഗ് പാർട്ണർ NE മനോഹർ, ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ K ശ്രീകുമാർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലകളിൽ നിയന്ത്രണ ചട്ടം നിലവിൽ കൊണ്ടുവരണമെന്ന് സംഗീത കലാ സാംസ്കാരിക വേദി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വാർഷിക സമ്മേളനം കോഴിക്കോട്ട് ചേർന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലകളിൽ ഒരു നിയന്ത്രണ ചട്ടം നിലവിൽ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാവണം. ആ മേഖലയിലെ പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏത് തരത്തിലാണ് ചട്ടം പ്രാവർത്തികമാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുവാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ച് റിപ്പോർട്ട് വാങ്ങി നിലവിലത്തെ അവസ്ഥയ്ക്ക് പരിഹാരം കാണുവാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാൻ സംഗീത കലാ സാംസ്കാരിക വേദി സംസ്ഥാന വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അവശ്യ കലാകാരന്മാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. പ്രശസ്ത ഗസൽ ഗായകൻ KT ബക്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കമ്മിറ്റിയിൽ എപ്പോഴും പൈസ ഉണ്ടാവണം. ചിലപ്പോൾ എല്ലാ കലാകാരന്മാരും അതിനോട് കൂടി സഹകരിച്ച് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ഉയർത്തി ഇനിയും ഉയർത്തണം എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. ഇതിലെല്ലാ പാട്ട് പാടുന്നവർക്കായാലും പാടാത്തവരായാലും ഡാൻസ് ചെയ്യുന്നവരായാലും. പ്രസിഡന്റ് ബൈജു അമ്പാടി അധ്യക്ഷത വഹിച്ചു. മിനിജ ജ്യോതിഷ്, അരവിന്ദാക്ഷൻ KT, പ്രേമൻ ചാത്തനാടത്ത്, KT സദാനന്ദൻ ഗുരുക്കൾ, സഞ്ജീവ് കുമാർ P, ശോഭന K, രാഗിണി P, ശൈലജ ജയകൃഷ്ണൻ, E മനോഹരൻ, രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. റിട്ടയർഡ് SI P ജയകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. അടുത്ത 3 വർഷത്തേക്ക് സംഘടനയെ നിയന്ത്രിക്കുവാൻ 21 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ബൈജു അമ്പാടി പ്രസിഡന്റായും മിനിജ ജ്യോതിഷ് വൈസ് പ്രസിഡന്റ്, അരവിന്ദാക്ഷൻ KT ജനറൽ സെക്രട്ടറി, പ്രേമൻ ചാത്തനാടത്ത് ജോയിന്റ് സെക്രട്ടറി, സഞ്ജീവ് കുമാർ പാറക്കണ്ടി ട്രഷറർ എന്നീ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മാലിന്യ സംഭരണ കേന്ദ്രത്തിനെതിരെ കിഴക്കോത്ത് കണ്ടിയിൽ മിത്തൽ കോളനിക്ക് പരിസരത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം സംഭരിക്കുന്നതിനെതിരെയാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. നാട്ടുകാരുടെ പ്രതിഷേധം. MCF പ്ലാന്റിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കൊടുവള്ളി കിഴക്കോത്ത് പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഉൾപ്പെടുന്ന കണ്ടിയിൽ മീത്തൽ കോളനി പരിസരത്ത് ജനവാസ കേന്ദ്രത്തിൽ പഞ്ചായത്ത് നിർമ്മിക്കുന്ന മാലിന്യ സംഭരണ കേന്ദ്രത്തിനെതിരെ പ്രദേശവാസികൾ രൂപീകരിച്ച സമരസമിതി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സമരസമിതി ചെയർമാൻ സുനി അരീക്കര അധ്യക്ഷത വഹിച്ചു. ജാഫർ അരീക്കര മുഖ്യപ്രഭാഷണം നടത്തി. സമരസമിതി കൺവീനർ KM മണി, സാദിഖ് തങ്ങൾ, K ഉസൈൻ, മുനീർ കണ്ടിയിൽ, K ബാലൻ, സുബൈർ നാട്ടിക്കല്ല്, PP അജ്മൽ, OK അസീസ്, ബിജു കണ്ടിയിൽ, PK സക്കീന, ലൈല അരീക്കര, K ബേബി, റിജി അരീക്കര എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധ സംഗമത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽസ് ഡിസ്ട്രിക്ട് 318 സംഘടിപ്പിക്കുന്ന ലയൺ ചിത്രരചനാ മത്സരം ഒക്ടോബർ 2 രാവിലെ 10 മണി മുതൽ CSI ഹാളിൽ ആരംഭിക്കും. അതിരുകളില്ലാത്ത സമാധാനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ചിത്രരചനാ മത്സരം നടത്തുക. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 സംഘടിപ്പിക്കുന്ന ചിത്രരചനാ മത്സരം പീസ് പോസ്റ്റർ കോൺടെസ്റ്റ് ഒക്ടോബർ 2 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് സമീപമുള്ള CSI ഹാളിൽ വെച്ച് നടക്കുന്ന വിവരം ഇവിടെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുള്ളത്. നമ്മുടെ വിഷയം അതിരുകൾ ഇല്ലാത്ത സമാധാനം എന്നാണ് ഞങ്ങളുടെ വിഷയം. 2024 നവംബർ 15 11 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സ് തികയുന്ന കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. 2024 നവംബർ 15 11, 12, 13 വയസ്സുകൾ തികയുന്ന കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാനാവുന്നതാണെന്ന് ലയൺസ് ഭാരവാഹികൾ അറിയിച്ചു. പ്രവേശനം സൗജന്യമാണ്. ഡിസ്ട്രിക്ട് തലത്തിൽ സമ്മാനാർഹരായവർക്ക് മൾട്ടിപ്പിൾ തലത്തിലും, മൾട്ടിപ്പിൾ തലത്തിൽ സമ്മാനാർഹരായവർക്ക് ഇന്റർനാഷണൽ തലത്തിലും മത്സരിക്കാൻ അവസരമുണ്ട്. ഇന്റർനാഷണൽ തലത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് $5000 അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്റർനാഷണൽ യാത്രയും സൗജന്യമായി നൽകും. മറ്റ് നിരവധി സമ്മാനങ്ങളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ സ്കൂൾ മുഖേനയോ നേരിട്ടോ 8589922208 എന്ന നമ്പറിൽ സെപ്റ്റംബർ 27 മുൻപായി രജിസ്റ്റർ ചെയ്യണമെന്നും ഭാരവാഹികളായ രവി ഗുപ്ത, PP ജോണി, പ്രേംകുമാർ, അനിരുദ്ധൻ തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സിനിമാ പ്രദർശനത്തിൽ വ്യത്യസ്തതയൊരുക്കിയ സംവിധായകൻ ക്യാപ്റ്റൻ വിജയ്. 60ഓളം മുതിർന്ന പൗരന്മാർക്കായാണ് തന്റെ ആദ്യ സിനിമ ആക്രി കല്യാണത്തിന്റെ ആദ്യ പ്രദർശനം നടത്തുന്നത്. രാമനാട്ടുകര സുരഭി സിനിമാസിലാണ് പ്രത്യേക പ്രദർശനം നടന്നത്. വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലെത്തിയവരും ആദ്യമായി മൾട്ടിപ്ലക്സ് തിയേറ്ററിലെത്തിയവരും ഉൾപ്പെടെയുള്ള 60ഓളം പ്രേക്ഷകർക്ക് മുന്നിലാണ് ആക്രി കല്യാണം എന്ന സിനിമയുടെ പ്രത്യേക പ്രദർശനം നടന്നത്. പുല്ലരി ചുള്ളിപ്പറമ്പിന്റെ പകൽവീട് പദ്ധതിയുടെ ഭാഗമായി വിവിധ ഡിവിഷനുകളിൽ നിന്ന് താൽപര്യം പ്രകടിപ്പിച്ച വയോജനങ്ങൾക്കാണ് തിയേറ്ററിലെത്തി ഈ സിനിമ കാണാനുള്ള അവസരം ലഭിച്ചത്. വയോജനങ്ങൾക്ക് സന്തോഷം പകരുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന പുല്ലരി ചുള്ളിപ്പറമ്പിന്റെ പകൽവീട് പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം ചേർത്ത് നിർത്തുന്ന സിനിമാ സംവിധായകൻ ക്യാപ്റ്റൻ വിജയുടെ താൽപര്യത്തിന്റെ ഭാഗമായാണ് സൗജന്യ സിനിമാ പ്രദർശനം ഒരുക്കിയത്.
സിനിമയും തിയേറ്റർ അനുഭവവും മനം നിറയെ ആസ്വദിച്ച് കാഴ്ചക്കാർ മടങ്ങി. സൂപ്പർ സിനിമ, എല്ലാവരും കണ്ടിരിക്കാൻ പറ്റിയ നല്ല സിനിമയാണ്. ഫാമിലി ആയിട്ട് വന്ന് കാണാനുള്ള എല്ലാവർക്കും പറ്റിയ സിനിമ. ദേവപർവ മൂവീസിന്റെ ബാനറിൽ ക്യാപ്റ്റൻ വിജയ് സംവിധാനം നിർവഹിച്ച ആക്രി കല്യാണം സിനിമയിൽ സുബ്രഹ്മണ്യൻ, ക്യാപ്റ്റൻ വിജയ്, നിർമ്മൽ പാലാഴി, സഞ്ജയ് രമേശ് കാപ്പാട്, മുഹമ്മദ് പേരാമ്പ്ര, മധു കൊയിലാണ്ടി, ബാബു KM, SR ഖാൻ, ബീജ ടീച്ചർ, ദേവനന്ദ, പാർവണ, അനന്യ, നിമിഷ, അക്ഷയ സാജൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. സിനിമയുടെ കഥ, തിരക്കഥ ഭാഗ്യേഷ് ഭാസ്കർ, അനൂപ് കൊയിലാണ്ടി എന്നിവരും ഛായാഗ്രഹണം ഹരീഷ് ബാലുശ്ശേരിയും നിർവഹിച്ചു. കണ്ടിരിക്കാൻ പറ്റും, കാരണം അങ്ങനെ ഒരു ബോറടിപ്പിക്കുന്ന ഒരു ഇതൊന്നുമില്ല. പിന്നെ കുറേ പുതുമുഖങ്ങളാണ് ഇതിലുള്ളത്. അവരൊക്കെ അത്യാവശ്യം അതിൻ്റെ നിലവാരം പുലർത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. സുരഭി സിനിമാസിൽ നടത്തിയ പ്രത്യേക പ്രദർശന ചടങ്ങിന് ചിത്രത്തിന്റെ സംവിധായകൻ ക്യാപ്റ്റൻ വിജയ്, മനുഷ്യാവകാശ പ്രവർത്തകൻ റാഫി പരുത്തിപ്പാറ, പകൽവീട് കോർഡിനേറ്റർ VN ശിവദാസൻ, K ഗംഗാധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ. കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 ഇയേഴ്സ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് സർഗ തിയേറ്റേഴ്സിന്റെ പുതിയ നാടകം പള്ളേയർ വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ അരങ്ങേറി. കലാകാരന്മാരുടെ അഭിനയ മികവ് കൊണ്ട് ശ്രദ്ധ നേടിയ നാടകം അക്ഷരങ്ങളുടെയും അറിവിന്റെയും സന്ദേശവും പകർന്നു നൽകി. കോഴിക്കോട് സർഗ തിയേറ്റർ ഗ്രൂപ്പിന്റെ പുതിയ നാടകം പള്ളേയർ വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക് ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി. അക്ഷരം അറിവാകുമ്പോൾ അറിവ് ചോദ്യങ്ങൾ ഉയർത്തും എന്ന സന്ദേശം ഉയർത്തുന്ന നാടകം നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. രാകേഷ് കാക്കൂരിന്റെ മാവിലാനും പ്രേംജിത്ത് മൊഗവൂരിന്റെ തോറോട്ടനും പ്രഭിജ ബൈജുവിന്റെ തിരുമ്മിത്തള്ളയും അഭിനയ മികവ് എടുത്തുകാട്ടുന്നതായിരുന്നു. കാവ്യ സുരേഷ്, സംഗീത മുകേഷ്, ദേവനന്ദ ധനീഷ്, കുമാർ ജി പാലത്ത്, അഭിനാഷ് മീശക്കാരൻ, രജീഷ് പാവങ്ങാട്, സിജീഷ് മൊഗവൂർ, സുഭാഷ് ചന്ദ്രബോസ്, രോഹിത്, അനിൽ മൊഗവൂർ, സജു കുറിഞ്ഞോളി, ശ്രീജേഷ് മൊഗവൂർ, ഋഷദ് മുകേഷ് എന്നിവർ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. അരുൺ എരഞ്ഞിക്കൽ ദീപനിയന്ത്രണവും സത്യം സാഗര മേക്കപ്പും വിനോദ് നിസരി സംഗീതവും പരാഗ് പന്തീരങ്കാവ് രംഗസജ്ജീകരണവും നിർവഹിച്ച നാടകത്തിന്റെ രചന രജീഷ് രോഹിണി, സംവിധാനം KK സന്തോഷ്. നാടകത്തോടനുബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഗിരീഷ് PC പാലം, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്പെഷ്യൽ ജൂറി പരാമർശത്തിനർഹനായ സുദീപ് ബാലുശ്ശേരി എന്നിവരെ ആദരിച്ചു. നാടക പ്രവർത്തകൻ T സുരേഷ് ബാബു ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡിസാസ്റ്റർ റിസാലിയൻസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ലിസ കോളേജ് സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാർ സെപ്റ്റംബർ 27, 28 തീയതികളിൽ നടക്കും. പ്രകൃതി ദുരന്തങ്ങളെയും മാറുന്ന കാലാവസ്ഥയെയും നേരിടാൻ സമൂഹത്തെ സജ്ജമാക്കുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. അതിനുശേഷം അതിനെ ഒന്ന് റീബിൽഡിംഗിലേക്ക് കൊണ്ടുപോകാൻ എങ്ങനെ അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും, അത് അവര് മാത്രമല്ല, നമ്മൾ കേരളത്തിൽ ഈ 2018 മുതൽ സ്ഥിരമായി ഇങ്ങനെ ഡിസാസ്റ്റേഴ്സിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. അപ്പൊ അതിനെ മനസ്സിലാക്കി ഈ വയനാടും വെലങ്ങാടും ഒക്കെ ഉണ്ടായതും ഇതിനു മുമ്പും നമ്മൾ ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിയപ്പോൾ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോളേജ് എന്ന രീതിയിൽ, അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന കോളേജ്, സോഷ്യൽ വർക്ക് കോളേജ് എന്ന രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഈ വരുന്ന സെപ്റ്റംബർ 27, 28 തീയതികളിലായി നമ്മളൊരു ദേശീയ സെമിനാർ സംഘടിപ്പിക്കുകയാണ്. ദേശീയ
പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ നമ്മുടെ സമൂഹം പ്രാപ്തമാകേണ്ടതുണ്ട് എന്ന ലക്ഷ്യത്തോടെ ലിസ കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ലിസം 24 നാഷണൽ കോൺഫറൻസ് സെപ്റ്റംബർ 27-28 തീയതികളിൽ നടത്തും. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ക്യാപ്സ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത്. സെമിനാറിന്റെ ഉദ്ഘാടനം പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ദയാബായി നിർവഹിക്കും. നാഷണൽ കോൺഫറൻസിനോടനുബന്ധിച്ച് നടത്തുന്ന ഫോട്ടോഗ്രാഫി എക്സിബിഷനിൽ പ്രകൃതി ദുരന്തങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രശസ്തരുടെ ഫോട്ടോഗ്രാഫ്സ് പ്രദർശിപ്പിക്കും. സെമിനാറിൽ ഇന്ത്യയിലെ വിവിധ കോളേജുകളിൽ നിന്നും 600ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നും കോളേജ് അധികൃതരായ ഡോക്ടർ ഷൈജു, ഡോക്ടർ വൈശാഖ്, ഫാത്തിമ, നൂറ, നിഖിൽ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൂവാട്ടുപറമ്പിൽ മൈൻഡ് കെയർ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ കൊമ്പൻകോട് കോയയും കുഞ്ഞാപ്പുവും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനുള്ള കൌൺസിലിംഗ്, അലോപ്പതിക്, ഹോമിയോ, ആയുർവേദ, അക്യുപങ്ക്ചർ ചികിത്സയടക്കം ഒരു കുടക്കീഴിൽ സജ്ജീകരിച്ച മൈൻഡ് കെയർ മെഡിക്കൽ സെന്റർ പൂവാട്ടുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. സോഷ്യൽ മീഡിയയിൽ ജനഹൃദയങ്ങൾ കീഴടക്കിയ കൊമ്പൻകാട് കോയയും കുഞ്ഞാപ്പുവും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ നസീം അഹമ്മദ് അധ്യക്ഷനായിരുന്നു. മൈൻഡ് കെയർ മെഡിക്കൽ സെന്റർ മാനേജിംഗ് ഡയറക്ടർ ആമിന ജിജു, സുബൈർ നെല്ലൂളി, ഡോക്ടർ അതുല്യ ജയറാം, ഡോക്ടർ ജയചന്ദ്രൻ, സിറാജ്, പി മുഹമ്മദ് കോയ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവാ യജ്ഞത്തിന്റെ ഭാഗമായി വനം വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം നേതൃത്വത്തിൽ മാറാട് ഗോദീശ്വരം ബീച്ച് ശുചീകരിച്ചു. ബീച്ചിൽ അടിഞ്ഞുകൂടിയ മാലിന്യവും പാഴ്വസ്തുക്കളും ശേഖരിച്ചു. സാഗരം വെൽഫെയർ റെസിഡൻസ്, സ്നേഹതീരം റെസിഡൻസ്, BTR റെസിഡൻസ് അസോസിയേഷനുകളുമായി സഹകരിച്ചായിരുന്നു ശുചീകരണ ദൗത്യം. കൗൺസിലർ കൊല്ലരത്ത് സുരേഷൻ, വനം വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് കൺസർവേറ്റർ P സത്യപ്രഭ, റേഞ്ച് ഓഫീസർ KN ദിവ്യ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KK ബൈജു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ B അഖിലേഷ്, K ഷിജു, K മനോജ്, PP സുനിൽ എന്നിവർ നേതൃത്വം നൽകി. BJP കോഴിക്കോട് കോർപ്പറേഷൻ 49ാം ഡിവിഷനും കോഴിക്കോട് കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവേകാനന്ദ വിദ്യാലയത്തിൽ വെച്ചാണ് ക്യാമ്പ് നടത്തിയത്. 49ാം ഡിവിഷൻ കൺവീനർ നിഷാദ് കുമാർ KP, അരക്കിണർ ഏരിയ പ്രസിഡന്റ് സജീവൻ P, ഏരിയ ജനറൽ സെക്രട്ടറി മുരളി കക്കാടത്ത്, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് രമ്യ മുരളി, ഏരിയ കമ്മിറ്റി അംഗം രമ്യ മാറാട്, ജിജിഷ അമർനാഥ്, വിനീത മാറാട്, സുബീന, ലാലു സുരേന്ദ്രൻ, പൊന്നക്കാംപാട്ട് ശിവപ്രസാദ്, പാറ്റയിൽ പ്രവീൺ, കൈത്തവ ഗണേശൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിലെ ഡോക്ടർ അനുപമ ശ്രീവത്സൻ, ക്യാമ്പ് കോർഡിനേറ്റർ സുജേഷ് TP, റിഫ്രാക്ഷനിസ്റ്റ് ശ്രീലേഖ NP, അനഘ സുരേഷ്, ഷിഫാന ആസ്മിൻ, ഷൈജ, നീനു KP, നാജിയ ഷാഹിൻ തുടങ്ങിയവർ രോഗികളെ പരിശോധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണം ADGPയെ വെള്ളപൂശാനുള്ളതാണെന്ന് രമേശ് ചെന്നിത്തല. കരാട്ടയുടെ ചരിത്രത്തിലാദ്യമായി 3 ഇനങ്ങളിൽ വേൾഡ് റെക്കോർഡ് നേടാനുള്ള ശ്രമത്തിലാണ് എലത്തൂരിലെ ഒരു അച്ഛനും മകളും കൂടെ ശിക്ഷയും. പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിവൽ സെക്കൻഡ് എഡിഷൻ ഒക്ടോബർ 4-നും 5-നും മലബാർ പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലകളിൽ നിയന്ത്രണ ചട്ടം നിലവിൽ കൊണ്ടുവരണമെന്ന് സംഗീത കലാ സാംസ്കാരിക വേദി. മാലിന്യ സംഭരണ കേന്ദ്രത്തിനെതിരെ കിഴക്കോത്തുകണ്ടിയിൽ മീത്തൽ കോളനി പരിസരത്ത് നാട്ടുകാരുടെ പ്രതിഷേധം.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.